റിയാസിന്റെ വാടക വീട്ടിൽ പിണറായിയുടെ മകളെ ഒളിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് വട്ടം കൂട്ടുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി കോട്ടകളിലെല്ലാം തന്നെ പിണറായിയെ പുറത്താക്കുവാനുള്ള കൊടുങ്കാറ്റ് ആഞ്ഞുവീശുകയാണ്. പ്രതിപക്ഷ നേതാവിൽ നിന്നും കഷ്ടിച്ചു ജയിച്ചു കയറിയ MLA പടത്തിൽ നിന്നുമൊക്കെ പിണറായി അതിദയനീയമായി പടിയിറങ്ങുന്ന കാഴ്ച കേരളം കാണേണ്ടി വരുമോ എന്നതാണ് ജനം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ 4 ദിവസം ഒരനക്കവുമില്ലാതിരുന്ന ED ഇന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയാണ്. 2 ജഡ്ജിമാർ വിധി കടുപ്പിച്ചതോടെ കാര്യങ്ങൾ പിണറായിക്ക് പ്രതികൂലമാവുകയും ചെയ്തു. വീണയുടെ ബാങ്ക് അക്കൗണ്ട് മാത്രമല്ലേ പൂട്ടിയിട്ടുള്ളൂ, ബാക്കി എന്ത് തുടർ നടപടിയുണ്ടോ അതുകൂടി ചെയ്തോളൂ എന്ന മട്ടിലായിരുന്നു കോടതി. ചെയ്യാത്ത ജോലിക്ക് 2 കോടി രൂപ വീണ എന്തിനു വാങ്ങി എന്നതിന് പൂർണ്ണമായ തെളിവുകളുണ്ട് എന്ന് ED കോടതിക്ക് മുന്നിൽ നിരത്തിയതോടെയാണ് കാര്യങ്ങളെല്ലാം പിണറായിയുടെ വാടക വീട്ടിലേക്ക് എത്തിയത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന മാസപ്പടി കേസിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായ പുതിയ ഉത്തരവ് പിണറായി വിജയനും മകൾ വീണ വിജയനും വൻ തിരിച്ചടിയായിരിക്കുകയാണ്. CMRL സമർപ്പിച്ച അപ്പീൽ ജസ്റ്റിസുമാരായ രാജവിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയതോടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്മേലുണ്ടായിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങി. യാതൊരു സേവനവും നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനി കോടികൾ കൈപ്പറ്റുന്നത് കേവലം ഒരു സാങ്കേതിക പിഴവല്ലെന്നും വലിയ സാമ്പത്തിക ഇടപാടുകളുള്ള ഗൗരവമേറിയ അഴിമതിയാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് EDക്ക് കൃത്യമായ പച്ചക്കൊടി ലഭിച്ചത്. ഇതോടെ ഉയർന്ന തലത്തിലുള്ള അടിയന്തര കൂടിയാലോചനകളും സുപ്രീം കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങാനുള്ള നെട്ടോട്ടവും അണിയറയിൽ സജീവമായിട്ടുണ്ട്. എന്നാൽ ഈ നിയമക്കുരുക്കിനേക്കാൾ വലിയ പ്രതിസന്ധി രൂപപ്പെടുന്നത് CPM എന്ന പ്രസ്ഥാനത്തിനുള്ളിലാണ്. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ നേരിട്ട കനത്ത പരാജയങ്ങളിൽ നിന്ന് ഇനിയും മുക്തമാകാത്ത പാർട്ടിയുടെ കോട്ടകളിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് പുകയുന്നത്. മുൻകാലങ്ങളിൽ ഈ ആരോപണങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പാർട്ടി പ്രതിരോധിച്ചിരുന്നെങ്കിലും കോടതിയുടെ കർശന നിലപാടോടെ നേതാക്കളും അണികളും ഒരുപോലെ മറുപടിയില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. വരാനിരിക്കുന്ന പാർട്ടി യോഗങ്ങളിൽ ഈ വിഷയം കടുത്ത ആഭ്യന്തര തർക്കങ്ങൾക്കും വലിയ പൊട്ടിത്തെറികൾക്കും വഴിമാറുമെന്നും ഉറപ്പാണ്. ഒരു കുടുംബത്തിന്റെ വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് വേണ്ടി പാർട്ടി സംവിധാനങ്ങളെയും ജനപ്രീതിയെയും ഇനിയും പണയപ്പെടുത്തരുതെന്ന വികാരം പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾക്കിടയിൽ ശക്തമായി കഴിഞ്ഞു. EDയുടെ ഭാഗത്തുനിന്ന് ചോദ്യം ചെയ്യലോ കടുത്ത തുടർ നടപടികളോ ഉണ്ടായാൽ അത് പാർട്ടിയുടെ അവശേഷിക്കുന്ന അടിത്തറയെപ്പോലും തകർക്കുമെന്ന ഭീതിയിലാണ് അണികൾ. എന്തായാലും അടുത്തത് അറസ്റ്റോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്.